സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഈ ചാനൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത്, നിങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള നിങ്ങളെ ഇഷ്യൂസ് ഈ ചാനലിൽ വെച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരണം. കാരണം 5-5 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും പിന്നെ പെൻഷൻകാർക്കും നിരവധി ഇഷ്യൂസാണുള്ളത്. ആ ഇഷ്യൂസ് പ്രശ്നങ്ങൾ നിങ്ങൾ ദയവായി ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളെ അറിയിച്ചാൽ അത് ലോകത്തെ അറിയിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഏറ്റവും മുന്നിൽ തന്നെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഞാൻ ഡിയർനെസ് അലവൻസുമായി ബന്ധപ്പെടുത്തി ഒരു വീഡിയോ ഇതിനകത്ത് ചെയ്തിരുന്നു. എന്തൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് എനിക്കെതിരെ പറയുന്നത്. നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്ന സമയം കൊണ്ട് സർക്കാരിൻ്റെ അടുത്ത് പോയി ആ DA മേടിക്കൂ. സർക്കാരിൻ്റെ അടുത്ത് പോയി ലയിപ്പിക്കാതെ DA തരാൻ പറയൂ, ക്യാഷായിട്ട് കയ്യിൽ തരാൻ പറയൂ. അല്ലെങ്കിൽ പിന്നെ പങ്കാളിത്ത പെൻഷൻ മാറ്റിത്തരാൻ പറയൂ. പിന്നെ അതുപോലെ തന്നെ എന്താണ് ശമ്പള പരിഷ്കരണത്തിൻ്റെ കമ്മിറ്റി വയ്ക്കാൻ പറയൂ. അത് ഈ ഗവൺമെൻറ് പോണതിനിടയ്ക്ക് എന്തായാലും 6 മാസം ഉണ്ടല്ലോ, 6 മാസത്തിനകത്ത് ആ പരിഷ്കരണ കമ്മിറ്റി വെച്ച് ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചിട്ടെങ്കിലും പോകാൻ പറയൂ. ഇങ്ങനെ ഗവൺമെൻറ്റിനോട് പറയുന്നതിന് പകരം ചാനലിൽ വാർത്ത ചെയ്യുന്നവൻ്റെ പുറത്ത് കയറുക, കുതിര കയറുക, അവിടെ കമൻറ്റ് ബോക്സിൽ വന്ന് BJP ആണോ, സംഘിയാണോ, കൊങ്ങിയാണോ, സുഡാപ്പിയാണോ, അങ്ങനെയാണോ, ഇങ്ങനെയാണോ, അപ്പുപ്പ കളവ എന്നൊക്കെ പറഞ്ഞ് ചാനലിൽ വന്ന് കിടന്ന് വർത്തമാനം പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, DAയുടെ കാര്യത്തിൽ ഞങ്ങൾ പറയുന്നതാണ് ശരി. ഇപ്പോൾ ഇനി നാളെ ഇത് നിങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ സധൈര്യം പറയും, ഞങ്ങളും കൂടി പറഞ്ഞിട്ടാണ്, ഞങ്ങളും കൂടി ബഹളമുണ്ടാക്കിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതാണ് ഞങ്ങളുടെ ജോലി. പത്രപ്രവർത്തകരുടെ, ചാനൽ പ്രവർത്തകരുടെ, ഡിജിറ്റൽ ചാനലുകാരുടെ, യൂട്യൂബുകാരുടെയൊക്കെ ജോലി ഇത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഞങ്ങൾ ശക്തിയായി ചൂണ്ടിക്കാണിക്കും. അതിൽ ഫോണിലൂടെയും ഭീഷണി വേണ്ട, കമൻ്റായിട്ടും ഭീഷണി വേണ്ട, വ്യക്തിപരമായിട്ടും വേണ്ട, ഒരു ഭീഷണിയും ആവശ്യമില്ല. ഇത് നിങ്ങൾ തിരിച്ചാണ് ചെയ്യേണ്ടത്. നിങ്ങൾ പോയി ഓണാഘോഷമൊക്കെ അവിടെ നിൽക്കട്ടെ, ആളുകൾക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള DA വാങ്ങിച്ചു കൊടുക്കൂ. ഈ DA വാങ്ങാതെ ഇപ്രാവശ്യത്തെ ഓണാഘോഷത്തിന് സർവീസ് സംഘടനകളിൽ പങ്കെടുക്കില്ല എന്ന് പറയാനുള്ള ആർജവം പെണ്ണുങ്ങൾക്കെങ്കിലും ഉണ്ടാകണം. പുരുഷന്മാർക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. നേതാക്കൾ പങ്കെടുക്കട്ടെ. ഒരണി പോലും വികാസ് ഭവനിലായാലും സെക്രട്ടേറിയറ്റിലായാലും പബ്ലിക് ഓഫീസിലായാലും കേരളത്തിലെ ഡയറക്ടറേറ്റുകളിലായാലും കളക്ടറേറ്റുകളിലായാലും സർവീസ് സംഘടനകളിൽ മെമ്പർഷിപ്പ് എടുത്തവരെ ഓണാഘോഷത്തിന് ഉണ്ണാൻ വിളിക്കുമ്പോൾ സദ്യയ്ക്ക് വിളിപ്പോൾ കുണുകുണ സാരി കൊടുത്ത് അല്ലെങ്കിൽ നേരിയത് മുണ്ട് കൊടുത്ത് ജുബ്ബയിട്ട് അവിടെ ചെന്ന് സെൽഫി അടിക്കരുത്. നിങ്ങൾ ചോദിക്കണം, ഞങ്ങൾക്ക് ഓണമുണ്ണാൻ DA എവിടെ? ഞങ്ങൾക്ക് ഓണമുണ്ണാൻ ഞങ്ങൾക്ക് ആവശ്യമായ ശമ്പള പരിഷ്കരണം എവിടെ എന്ന് ചോദിക്കാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. അല്ലാതെ ജങ്ങണ വർത്താനം പറഞ്ഞ് കണ്ണാപ്പിത്തരവും പറഞ്ഞ് ഇത് വീഡിയോ ചെയ്യുന്നവരുടെ പിറകെ നടന്ന് ഒരു കാര്യമില്ല. പിന്നെ KSRTCയിൽ 0 പിന്നെ ഇത് കൊടുക്കുന്നില്ല, DA കൊടുക്കുന്നില്ല. KSRTC നഷ്ടത്തിലൊരു വണ്ടിയല്ലേ. പിന്നെ ആ വണ്ടിയെക്കുറിച്ച് ഇനി എന്താ പറയാൻ? അത് പോയില്ലേ, പോയൊരു സാധനത്തെക്കുറിച്ച് ഇനി എന്താ പറയാൻ? 62% പെൻഷൻകാർക്ക് DA കൊടുക്കാം. നിങ്ങൾക്ക് 100% DA ആവും, അരിയറാവും. തരത്തൊന്നുമില്ലെന്നേ, തരാൻ പൈസ ഇല്ലെന്നേ. ആ പൈസ എടുത്ത് നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്യുന്നേ. ഇവിടെ കോൺക്ലേവ് നടത്തുന്നു 25 രാജ്യങ്ങൾ. അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്, നിങ്ങൾ കാണണം കേട്ടോ. ഇതിൻ്റെ താഴോട്ട് അടുത്ത വീഡിയോ വരും. 25 രാജ്യങ്ങളിലാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പോയി ഇതോ വിദേശത്ത് നിന്ന് വരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഫണ്ട് 5 പൈസയും വന്നില്ല. അത് മാത്രമല്ല, ഈ പോയവരെല്ലാം കുടുംബമായി പോയി അർമാദിച്ച് ഉടുത്ത് വളരെ സമൃദ്ധമായി രാജ്യം കണ്ടിട്ട് വന്നു. 25 രാജ്യങ്ങൾ ഒരു മുഖ്യമന്ത്രി, ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി പോലും എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ നരേന്ദ്രമോദി പോയിട്ട് വന്നാൽ ഓരോ രാജ്യങ്ങളിൽ വരുമ്പോൾ കരാറുകളും കാര്യങ്ങളും നടക്കും. ഇവിടെ എന്താണ് കൊണ്ടുവന്നതെന്ന് നമുക്കറിയില്ല. അത് വേറെ വീഡിയോ ചെയ്യാം. എന്തായാലും DAയുടെ പേരിൽ എന്നെ വിളിക്കാൻ നടക്കണ്ട, ഒന്നും വിളിക്കണ്ട. അത് T ഉപയോഗിച്ചും വിളിക്കണ്ട, ഉപയോഗിച്ചും വിളിക്കണ്ട, ഒന്നും വിളിക്കണ്ട. നിങ്ങൾ പോകൂ, DA വാങ്ങൂ. അല്ലെങ്കിൽ ഓണം ഉണ്ണാൻ വിളിക്കാൻ വരണവരോട് സോറി പറയുക. നമുക്ക് ഒന്നിച്ച് നിൽക്കാം. നിങ്ങളോടൊപ്പം എന്നും ഞങ്ങളുണ്ട്. സുഭാഷിതം ഡിജിറ്റൽ ചാനൽ.